അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുക, ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തുടങ്ങാം നമുക്ക്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതിനായിട്ടുള്ള വീഡിയോസ് എടുക്കലാണ്. ഇതിന് വേണ്ട വീഡിയോസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ടോട്ടൽ എടുത്ത വീഡിയോസ് ഈ ഒരു രൂപത്തിലുള്ളതാണ് ടോട്ടൽ എടുത്ത വീഡിയോസ്. എന്നിട്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്യാണ് ചെയ്യാം. ശേഷം കട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്. ആദ്യം അവിടെ നിന്ന് കയറി വരുന്ന മുകളിലേക്ക് പോകുന്ന ഒരു ഷോട്ടാണ് ആദ്യമായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെടുത്തത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തത് ഇങ്ങനെ താഴത്തുനിന്ന് കയറി വരുന്നൊരു സീനാണ്. താഴത്തുനിന്ന് സീൻ വന്നിട്ട് പിന്നെ താഴെ പോയി വീണ്ടും താഴേക്ക് പോയിട്ട് പിന്നീട് അടുത്തെടുത്തത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൈൻ മാസ്റ്ററാണ്. കൈൻ മാസ്റ്ററിലുള്ള ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാകും അവസാനം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൈൻ മാസ്റ്ററിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ എഡിറ്റിംഗ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ഒരു വീഡിയോ എടുക്കുക. നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്ത് വെച്ച വീഡിയോ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടൈമിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ താഴേന്ന് മുകളിലേക്ക് കയറി പോകുന്നൊരു ഷോട്ടാണ് എടുത്തത്. അപ്പോൾ മുകളിൽ നിന്നുള്ള ഷാർപ്പായിട്ട് അവിടെ നിന്ന് പോസ് ചെയ്യണം. അവിടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കാണ് അടുത്തത് ലെയറിൽ പോയിട്ട് മീഡിയ എടുക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത് വെച്ച വീഡിയോ എടുക്കണം. ആ വീഡിയോ എടുത്ത ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ടൈപ്പ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു ലെയർ അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ലെയർ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോൻ്റെ ആ ഒരു രൂപം തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി പോയതിന് ശേഷം മുകളിൽ നിന്ന് വരുന്ന ഒരു സീനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ പോയിട്ട് ക്ലിയറായിട്ട് അവിടെ തന്നെ വെച്ച ശേഷം ലെയറിൽ വീണ്ടും നമുക്ക് പോകണം. അപ്പോൾ ക്ലിയറായിട്ട് അവിടെ തന്നെ പോസ് ചെയ്ത് ക്ലിയറായിട്ട് വെക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നൊരു സീൻ അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ലെയർ എടുക്കുക, മീഡിയ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ച സീനില്ലേ, ലാസ്റ്റ് എടുത്ത സീന് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ലെഫ്റ്റ് സൈഡായിരുന്നു നമ്മൾ മാറ്റിയിരുന്നത്. ഇപ്പോൾ നമുക്ക് മാറ്റാനുള്ളത് റൈറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും.